നമസ്കാരം പ്രിയപ്പെട്ടവരെ, മറ്റൊരു കഥ പറച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മൾ കഥ പറയാൻ തുടങ്ങിയിട്ട് ഏകദേശം 2 ആഴ്ചയോളമായി. ഇതിനിടയിൽ ഒരുപാട് പേര് പിന്തുണ നൽകിയിട്ടുണ്ട്. സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും വീഡിയോ ഷെയർ ചെയ്തും പിന്നെ കുറേ ആളുകൾ ക്രിയാത്മകമായിട്ട് നമ്മൾ വിമർശിച്ചിട്ടുണ്ട്. ചില ആളുകൾ നമ്മൾക്ക് അഭിനന്ദനം അറിയിച്ചിട്ടുണ്ട്. ക്രിയാത്മകമായ വിമർശനങ്ങൾ ഏറ്റവും സ്നേഹത്തോടെ ഉൾക്കൊള്ളുകയാണ്. അതെന്തായാലും ഞാൻ ഇനിയുള്ള വീഡിയോയിലൊക്കെ എൻ്റെ ഇമ്പ്രൂവൈസേഷൻ്റെ അത് ഉപയോഗിക്കുന്നതായിരിക്കും. പിന്നെ ചില ആളുകൾ ഇത്തിരി മോശമായിട്ട് പ്രതികരിച്ചിട്ടുണ്ട്. അതെല്ലാം സ്നേഹത്തോടെ ഒഴിവാക്കി വിടുകയാണ്. അപ്പോൾ തുടർന്നും നിങ്ങളുടെ പിന്തുണ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ചില ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു, ചില വാക്കുകളെക്കുറിച്ച് അല്ലെങ്കിൽ ചില പ്രയോഗങ്ങളെക്കുറിച്ച്, ഇതെങ്ങനെയാണ് നമ്മുടെ ഭാഷയിൽ വന്നിട്ടുള്ളതെന്ന്. അതിൽ നിന്ന് 2 പ്രയോഗങ്ങളെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. മറ്റു പ്രയോഗങ്ങളെക്കുറിച്ചുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇതിൻ്റെ ഉത്ഭവം എന്നതിനെക്കുറിച്ച് കിട്ടുന്ന മുറയ്ക്ക് എന്തായാലും ഞാൻ സ്റ്റോർ ചെയ്യുന്നതായിരിക്കും. അപ്പം ഇന്ന് നമ്മൾ 2 വാക്കുകളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഒന്ന് 8ൻ്റെ പണി, മറ്റേത് പമ്പ കടന്നു. ഈ 2 വാക്കുകളെക്കുറിച്ചും ഏതെങ്കിലും ഗ്രന്ഥങ്ങളിലൊക്കെ എഴുതിയിട്ടുണ്ടോ, പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ എൻ്റെ ചില സുഹൃത്തുക്കളെ വിളിച്ചിരുന്നു. അതേപോലെ എൻ്റെ കോളേജിലെയും സ്കൂളിലെയൊക്കെ മലയാളം അധ്യാപകരെയൊക്കെ വിളിച്ച് സംസാരിച്ചിരുന്നു. പക്ഷേ അവരൊക്കെ പറഞ്ഞത് എവിടെയെങ്കിലും അത് ഗ്രന്ഥങ്ങളിൽ പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തിയായിട്ട് കണ്ടിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഒരുപക്ഷെ അവർ കാണാത്തതായിരിക്കാം, എൻ്റെ ശ്രദ്ധയിൽപ്പെടാത്തതായിരിക്കാം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. ഇത് ഒരു ഓൺലൈൻ ഡിസ്കഷൻ ബോർഡിൽ, ഒന്നല്ല 2 ഓൺലൈൻ ഡിസ്കഷൻ ബോർഡിൽ കണ്ട കാര്യങ്ങളാണ്. ഒന്ന് ഫേസ്ബുക്കിലായിരുന്നു, മറ്റേത് Quora.com എന്ന സൈറ്റിലാണ്. ആ ചർച്ചയെ കണ്ടതിൽ ലോജിക്കലായി തോന്നിയ കാര്യങ്ങളാണ് ഈ കഥ പറച്ചിലൂടെ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, മറന്നുപോലെ കേട്ടോ. അപ്പോൾ നമുക്ക് 8ൻ്റെ പണി എന്ന പ്രയോഗം എങ്ങനെയാണ് വന്നതെന്ന് നോക്കാം. 2 കാര്യങ്ങളാണ് 8ൻ്റെ പണി എന്ന വാക്ക് വന്നതിനെക്കുറിച്ച് ചർച്ചയിൽ പറയുന്നത്. ഒന്ന്, നമ്മുടെ നാട്ടിൽ നിലവിലുള്ള ഡ്രൈവിംഗ് ടെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. ഗ്രൗണ്ട് ടെസ്റ്റിനൊക്കെ പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമുണ്ടാകും. 2 വീലർ ആയാലും 3 വീലർ ആയാലും 8ൻ്റെ ആകൃതിയിൽ വണ്ടി ഓടിച്ച് കാണിക്കണം. അപ്പോൾ അതിനുവേണ്ടി ആ ആകൃതിയിൽ ഇരുമ്പ് കമ്പികൾ കുത്തി വെച്ചിട്ടുണ്ടാകും. ഈ കമ്പികൾ മറച്ചിടാതെ വേണം 8ൻ്റെ ആകൃതിയിൽ നമ്മൾ വണ്ടി ഓടിച്ച് കാണിക്കാനായിട്ട്. ഇപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ 8ൻ്റെ ആകൃതിയിൽ റോഡ് തന്നെ ടാർ ചെയ്തിട്ടുണ്ട്, അതിലൂടെ ഓടിച്ച് കാണിച്ചാൽ മതി. പക്ഷേ ഭൂരിഭാഗം പ്രദേശത്ത് ഇപ്പോഴും ഇരുമ്പ് കമ്പി കുത്തിവെച്ചിട്ട് അതിനിടയിലൂടെയാണ് ഓടിച്ച് കാണിക്കേണ്ടതെന്നാണ് എൻ്റെ അറിവ്. അപ്പോൾ ഇത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. ഇതിനിടയിലൂടെ ഓടിക്കുക, ഈ കമ്പിയൊന്നും വീഴാതെ ഓടിക്കണം. 2 വീലർ ആണെന്നുണ്ടെങ്കിൽ കാല് നിലത്ത് കുത്താൻ പാടില്ല, കൃത്യമായിട്ട് ഓടിച്ച് പുറത്തേക്ക് എടുക്കണം. ഇനി 3 വീലർ ആണെന്നുണ്ടെങ്കിൽ ആ എടുക്കുന്ന വളവ് ആ വശങ്ങളിലൂടെ നമ്മൾ കൃത്യമായിട്ട് ചേർത്തെടുത്തില്ല എങ്കിൽ ഒരു വശം ചെന്ന് കമ്പിയിൽ ഇടിച്ചാൽ കമ്പി മറിഞ്ഞു വീഴാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടുള്ളൊരു പരിപാടിയാണ് ഈ 8ൻ്റെ ആകൃതിയിൽ വണ്ടി ഓടിക്കുക എന്നുള്ളത്. അങ്ങനെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന അവസ്ഥയിലെത്തുന്നതിനെയാണ് 8ൻ്റെ പണി കിട്ടിയത് എന്ന് പറയുന്നെന്ന് ഒരു ചർച്ചയുണ്ട്. രണ്ടാമത്തെ ചർച്ച എനിക്ക് കുറേ കൂടി ലോജിക്കലായിട്ട് തോന്നിയത്, അത് ഈ സംഖ്യകളുടെ ഷെയ്പ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഇപ്പം നമ്മൾ 0 മുതൽ 9 വരെയുള്ള സംഖ്യകൾ എടുത്ത് നോക്കിയാണ് അതിന് ഒരു റോഡിൻ്റെ ആകൃതിയിൽ, ഞാൻ അതിനു വേണ്ടി അതിൻ്റെ വിഷ്വൽ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്, അതൊരു റോഡിൻ്റെ ആകൃതിയിലാണെന്നൊന്ന് സങ്കല്പിച്ചൊന്ന് നോക്കുക. ഉദാഹരണമായിട്ട് 1 നിങ്ങൾ ആദ്യം കാണുന്ന സംഖ്യ, അത് റോഡിൻ്റെ ആകൃതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിലുള്ള വഴിയിലൂടെ കയറിയാൽ താഴെയുള്ള വഴിയിലൂടെ ഇറങ്ങിപ്പോകാം, താഴെയുള്ള വഴിയിലൂടെ കയറി കഴിഞ്ഞാൽ മുകളിലൂടെ ഇറങ്ങിപ്പോകാം. പിന്നീടുള്ളത് 2, 4 എടുത്തിട്ടില്ല, കാരണം സ്പേസിൻ്റെ പരിമിതി കൊണ്ടാണ്. പക്ഷേ 2, 4 ആണെങ്കിലും 2 ഓപ്പൺ ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. ഒരു വശത്തൂടെ കയറി കഴിഞ്ഞാൽ മറ്റേ വശത്തൂടെ ഇറങ്ങിപ്പോവാം. 4ൻ്റെ കാര്യത്തിൽ അങ്ങനെ തന്നെയാണ്. 3ൻ്റെ കാര്യത്തിലും ഒരു സൈഡിൽ കൂടി കയറി കഴിഞ്ഞാൽ മറ്റൊരു സൈഡിൽ ഇറങ്ങിപ്പോവാം. 5ൻ്റെ കാര്യത്തിൽ അങ്ങനെയാണ്. 6ൻ്റെ കാര്യത്തിൽ ഒരു സൈഡിൽ കൂടി കയറി കഴിഞ്ഞാൽ അതേ സൈഡിൽ കൂടി തന്നെ ഇറങ്ങിപ്പോകണം, കാരണം അതിൻ്റെ മറ്റേ അറ്റം കൂട്ടിമുട്ടിയിട്ടുണ്ട്. അപ്പോൾ എവിടെ നിന്നാണ് കയറുന്നത് അതിലൂടെ മാത്രമേ ഇറങ്ങിപ്പോകാൻ പറ്റുള്ളൂ. 7ൻ്റെ കാര്യത്തിൽ ഒരു വശത്തൂടെ കയറി കഴിഞ്ഞാൽ മറ്റു വശത്തൂടെ പോകാം. 9ൻ്റെ കാര്യത്തിൽ 6ൻ്റെ തന്നതുപോലെ ഏത് വഴിയിലൂടെയാണ് കയറുന്നത് ആ വഴിയിലൂടെ തന്നെ ഇറങ്ങിപ്പോകണം. പക്ഷേ 8ൻ്റെയും 0ൻ്റെയും കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ചുരുളി എന്ന സിനിമയിൽ പെരുമാടൻ്റെ കഥ പറയുന്നത് പോലെയാണ്. പെരുമാടനെ പിടിക്കാനായിട്ടൊരു തിരുമേനി പുറപ്പെടുന്നുണ്ടല്ലോ. അങ്ങനെ പുറപ്പെടുന്ന തിരുമേനി വഴിയിൽ കാണുന്ന ഒരു ഈനാമ്പേച്ചി, അതൊരു പന്ത് പോലെയാണ് കിടക്കുന്നത്, അതിനെടുത്ത് കുട്ടയ്ക്കകത്ത് വെക്കും. കുറച്ച് നടന്നു കഴിയുമ്പോഴേക്കും തിരുമേനിയെടുത്ത് ഈനാമ്പെച്ച് വഴി പറഞ്ഞു കൊടുക്കാൻ തുടങ്ങും. തിരുമേനി ആകട്ടെ ഈനാമ്പെച്ച് പറയുന്ന അനുസരിച്ചിട്ട് നടക്കാൻ തുടങ്ങും. ഈനാമ്പെച്ച് പറയുന്ന വഴിയിലൂടെയൊക്കെ പോകാൻ തുടങ്ങും. സത്യത്തിൽ ഇയാൾ ഒരേ വഴിയിലൂടെ തന്നെ ഇങ്ങനെ വട്ടം ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. ചുരുളി എന്ന ആകൃതി പോലെ അല്ലെങ്കിൽ ലൂപ്പിൽ എന്ന പോലെ ഇങ്ങനെ വട്ടം ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. അയാൾ എങ്ങും എത്താൻ പോകുന്നില്ല. അതേപോലെ അവസ്ഥയാണ് ഈ 8ൻ്റെയും 0ൻ്റെയും കാര്യം എന്ന് പറയുന്നത്. ഈ 8ൻ്റെ അകത്തോ 0ൻ്റെ അകത്തോ കയറി പറ്റിക്കഴിഞ്ഞാൽ ഒരു ലൂപ്പിൽ കയറിയ പോലെയാണ്. പിന്നീട് ഒരിക്കലും പുറത്തേക്ക് ഇറങ്ങാനുള്ള വഴി ഉണ്ടാവില്ല. 8ൻ്റെ കാര്യം എന്ന് പറയുന്നത് കുറെ കൂടി കോംപ്ലിക്കേറ്റഡ് ആണ്. 0 എന്ന് പറയുന്ന ഒന്നുമില്ലെങ്കിലും ഒരു നേർരേഖയിൽ നമ്മൾ ചുറ്റിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയാം. 8ൻ്റെ കാര്യത്തിൽ വളഞ്ഞും പുളഞ്ഞുമുള്ള ചുറ്റലാണ്. പക്ഷേ നമ്മൾ എവിടെ തുടങ്ങിയോ അവിടെ തന്നെ വീണ്ടും എത്തിച്ചേരും. വീണ്ടും അതേ ലൂപ്പിൽ തന്നെ കിടന്ന് ചുറ്റിക്കൊണ്ടേയിരിക്കും. അതായത് ഒരിക്കൽ ഇതിനകത്ത് പെട്ടുകഴിഞ്ഞാൽ പിന്നെ പുറത്തേക്ക് വരാൻ പറ്റില്ല.
അത്തരത്തിലൊരു പണി നമ്മൾക്ക് കിട്ടുന്നതിനെയാണ് എട്ടിൻ്റെ പണി എന്ന് പറയുന്നത്. അതായത് ആ പണി നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് ഇരിപ്പതാണ്, ഒരിക്കലും നമുക്ക് അതിൽ നിന്ന് രക്ഷപ്പെട്ട് പുറത്തു പോകാൻ പറ്റില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ എത്തിപ്പെട്ടാൽ എട്ടിൻ്റെ പണി കിട്ടി എന്നാണ് അർത്ഥമാക്കുന്നതെന്ന് രണ്ടാമത്തെ ഒരു ചർച്ച പറയുന്നു. ഈ രണ്ടാമത് പറഞ്ഞ കാര്യമാണ് എനിക്ക് കുറച്ചുകൂടി ലോജിക്കലായിട്ട് തോന്നിയത്. ഈ എട്ടിൻ്റെ ആകൃതിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ലൂപ്പിൽ പെട്ടതുപോലെ നമ്മൾ അതിനകത്ത് പെട്ടുപോയി, ഇനി ഒരിക്കലും രക്ഷയില്ല. അതാണ് എട്ടിൻ്റെ പണി എന്ന പ്രയോഗമായിട്ട് വന്നത്. ഇനി അടുത്ത വാക്ക് ചോദിച്ചിരിക്കുന്നത് പമ്പ കടന്നു എന്ന വാക്കാണ്. പമ്പ കടന്നു എന്ന വാക്കിനും ചില കഥകൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ രണ്ട് കാര്യങ്ങൾ ചേർന്ന് പോകുന്നതാണ് തോന്നിയതുകൊണ്ട് അതാണ് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ആദ്യത്തേത് പമ്പ കടന്നു എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് നമ്മളൊരു സ്ഥലത്ത് നിന്നും ഓടി രക്ഷപ്പെടുക, അല്ലെങ്കിൽ നമ്മളെ പമ്പ കടത്തി എന്ന് പറയുമ്പോൾ നമ്മളെ ആരെങ്കിലും ഓടിച്ചു വിട്ടു, ആ നാട്ടിൽ തന്നെ പറഞ്ഞു വിട്ടു. എത്തിപ്പെടാനാവാത്ത ദൂരത്തിലേക്ക് ഒരാൾ ഓടി രക്ഷപ്പെട്ടെന്നോ അല്ലെങ്കിൽ എത്തിപ്പെടാനാവാത്ത ദൂരത്തിലേക്ക് അയാളെ പറഞ്ഞു വിട്ടു എന്ന അർത്ഥത്തിലാണ് പമ്പ കടത്തി അല്ലെങ്കിൽ പമ്പ കടന്നു എന്ന് ഒരു പ്രയോഗം ഉപയോഗിക്കുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന കഥ ശബരിമലയുടെ ഐതിഹ്യമായിട്ട് ബന്ധപ്പെട്ടാണ്. മറവപ്പട യുദ്ധത്തിൽ തോൽപ്പിച്ചിട്ട് അയ്യപ്പൻ പമ്പ കടത്തി വിട്ടു എന്നാണ് പറയുന്നത്. പിന്നീട് ഒരിക്കലും ക്രമിക്കാൻ കഴിയാൻ വരാത്ത വിധം അവരെ പമ്പ കടത്തി വിട്ടു. ഇങ്ങനെയൊരു ഐതിഹ്യം ഈ ഒരു വാക്കുമായിട്ട് ചേർത്ത് പറയുന്നുണ്ട്. രണ്ടാമത്തേത് പമ്പ കടന്നു എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു ദുരിതത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടു. ഇപ്പോൾ രോഗം പമ്പ കടന്നു, ഒരു പാട്ടുണ്ടല്ലേ, തുമ്പമെല്ലാം പമ്പ കടന്നു തുമ്പിതുള്ളി മനസ്സുകൾ നിറയെ എന്ന് തുടങ്ങുന്ന പാട്ട്. അതായത് നമ്മുടെ കഷ്ടകാലമെല്ലാം അകന്നുപോയി, അല്ലെങ്കിൽ രോഗം പമ്പ കടന്നു എന്ന് പറയാറുണ്ട്, ദാരിദ്ര്യം പമ്പ കടന്നു എന്ന് പറയാറുണ്ട്, പ്രശ്നങ്ങളെല്ലാം പമ്പ കടന്നു എന്ന് പറയാറുണ്ട്. അതായത് നമ്മളൊരു പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് സൂചിപ്പിക്കാനായിട്ട് പമ്പ കടന്നു എന്ന വാക്ക് ഉപയോഗിക്കാറുണ്ട്. അല്ലെങ്കിൽ എന്താണോ നമ്മളെ ഒരു കഷ്ടത്തിലാക്കിയിരുന്നത് അത് നമ്മൾ വിട്ടുപോയി എന്ന് സൂചിപ്പിക്കാനായിട്ട് പമ്പ കടന്നു എന്ന വാക്ക് ഉപയോഗിക്കാറുണ്ട്. ഈ വാക്കും ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് കിടക്കുന്നത്. അയ്യപ്പ ഭക്തന്മാരായ ആളുകൾ ഒരിക്കലെങ്കിലും ശബരിമലയിൽ പോയിട്ടുണ്ടാകും അല്ലേ. അങ്ങോട്ടുള്ളൊരു തീർത്ഥയാത്ര എന്ന് പറയുന്നത് അവരുടെ മനസ്സിൽ ആത്മനിർവൃതി നൽകുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ആത്മസായുജ്യം സാക്ഷാത്കാരമൊക്കെ നൽകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ തീർത്ഥയാത്ര എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ് അയ്യപ്പ ഭക്തന്മാർക്ക്. ഇങ്ങനെ ശബരിമലയിലേക്ക് പോയിരുന്നത് ആദ്യം കാനനപാത വഴിയായിരുന്നു. കാനനപാത എന്ന് പറയുന്നത് കുറച്ചുകൂടി ദുർഘടം പിടിച്ചൊരു വഴിയാണ്. ഇപ്പോഴും ചില ആളുകൾക്ക് ആ വഴിയിലൂടെ പോയാൽ മാത്രമാണ് ഒരു ആത്മസായുജ്യം ലഭിക്കുന്നത് എന്നൊരു ചിന്താഗതിയുണ്ട്. പക്ഷെ കാനനപാത ഞാൻ നേരത്തെ പറഞ്ഞാൽ കുറെ കൂടി ദുർഘടം പിടിച്ച ഒരു വഴിയാണ്. പണ്ടൊക്കെ ആളുകൾ ശബരിമലയ്ക്ക് പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ശബരിമലയ്ക്ക് പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീട് സത്യത്തിൽ ദുഃഖത്തിലായിരിക്കും. കാരണം ശബരിമലയ്ക്ക് പോയി കഴിഞ്ഞാൽ ആയുസ്സോടെ തിരിച്ചെത്തുക എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യമായിട്ടാണ് കണ്ടിരുന്നത്. പോകുന്ന വഴിക്ക് ഏതെങ്കിലും അപകടത്തിൽപ്പെടാം, വന്യമൃഗങ്ങളെല്ലാം ആക്രമിക്കപ്പെടാം, അങ്ങനെയൊക്കെ ഭയത്തോടെയാണ് വീട്ടുകാർ കഴിഞ്ഞിരുന്നത്. ഇവർ തിരിച്ചെത്തിയാൽ മാത്രമാണ് ആ വീട്ടിലൊരു സന്തോഷമുണ്ടാവുക. കാരണം ഇവർ പോകുന്നത് ഈ ഒരു കാനന പാതയിലൂടെയാണ്. ഏകദേശം 51 കിലോമീറ്ററോളം ഉണ്ട് ഈ പാത. ഇതിനെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾ വിക്കിപീഡിയയിൽ ലഭ്യമാണ്. എന്തുകൊണ്ടാണ് ഇത്ര കഠിനമായിട്ട് കൂടി ഈ 51 കിലോമീറ്റർ താണ്ടി ഭക്തന്മാർ പോകുന്നതെന്ന് ചോദിച്ചാൽ, അങ്ങനെ പോകുമ്പോൾ ഒട്ടേറെ പുണ്യസ്ഥലങ്ങളിലൂടെയാണ് ഇവർ കടന്നു പോകുന്നത്. പ്രധാനമായിട്ടും പേരൂർ തോട്, ഇരുമ്പൂന്നിക്കര, അരിശുമുടിക്കോട്ട, കാളകെട്ടി, അഴുതാനദി, കല്ലിടാംകുന്ന്, ഇഞ്ചിപ്പാറക്കോട്ട, മുക്കുഴി, കരിയിലാന്തോട്, കരിമല, വലിയാനവട്ടം, ചെറിയാനവട്ടം എന്നിവയാണ് എരുമേലിക്കും പമ്പയ്ക്കും ഇടയ്ക്കുള്ള പുണ്യസങ്കേതങ്ങൾ. അപ്പോൾ ഇതൊക്കെ കടന്നു പോകുന്നതും മാത്രമല്ല, ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ കാഠിന്യമൊക്കെ സഹിച്ചു പോകുന്നതാണ് യഥാർത്ഥത്തിലുള്ള തീർത്ഥയാത്ര. ഈ പാതയനുസരിച്ചിട്ട് എരുമയിൽ നിന്ന് കാളകെട്ടി വരെ 11 കിലോമീറ്ററാണ്. അവിടെ നിന്നും അഴുത വരെ 3 കിലോമീറ്റർ, അഴുതയിൽ നിന്നും പമ്പ വരെ 37 കിലോമീറ്റർ, അങ്ങനെ 51 കിലോമീറ്ററാണ് മൊത്തത്തിലുള്ള ദൈർഘ്യം. പുണ്യസ്ഥലങ്ങൾ ആദ്യത്തെ പേരൂർ തോടുണ്ടല്ലോ, അവിടെ നിന്നും ഇരുമ്പുന്നിക്കരയിലേക്ക് 3 കിലോമീറ്ററാണുള്ളത്. ഈ ഇരുമ്പുന്നിക്കര എത്തുമ്പോഴാണ് കാനനപാത അല്ലെങ്കിൽ കാട്ടിലൂടെയുള്ള വഴി ആരംഭിക്കുന്നത്. അയ്യപ്പന്മാർ എരുമേലിയിൽ എത്തിയിട്ടാണ് ഈ യാത്ര ആരംഭിക്കുന്നത്. എരുമേലിയിൽ നിന്ന് നേരെ പേരൂർ തോടിലേക്ക് എത്തുന്നു. അവിടെ നിന്ന് യാത്ര തുറന്ന് ഇരുമ്പൂന്നിക്കരയും അരശുമുടിയും താണ്ടി ഇവര് കാളകെട്ടിയിലെത്തുന്നു. ഈ കാളകെട്ടിയിലാണ് പണ്ട് പരമേശ്വരൻ, അതായത് പരമശിവൻ, ശ്രീ അയ്യപ്പൻ മഹിഷിയെ വധിക്കുന്നത് കാണുന്നതിന് വേണ്ടി നിന്നതും അവിടെയാണ് തൻ്റെ കാളയെ കെട്ടിയിട്ടതും. അങ്ങനെയാണ് ഈ സ്ഥലത്തിന് കാളകെട്ടി എന്ന പേര് വന്നത്. എന്നിട്ട് കാളകെട്ടിയിലെ ക്ഷേത്രത്തിലെ ദർശനം നടത്തി പിന്നീട് നേരെ പോകുന്നത് അഴുതാ നദിയിലേക്കാണ്. അഴുതാ നദിയുടെ അടുത്തെത്തി അവിടെ ഇറങ്ങി കുളിച്ച് ഒരു കല്ലും എടുത്തിട്ടാണ് ഇവരവിടെ നിന്ന് യാത്രയാകുന്നത്. ഈ കല്ലുമായിട്ട് നേരെ പോകുന്നത് കല്ലിടാംകുന്നിലേക്കാണ്. കല്ലിടാംകുന്നിലാണ് കല്ലും മണ്ണും ഉപയോഗിച്ചിട്ട് മഹിഷിയുടെ ഭൗതിക ശരീരം അയ്യപ്പൻ സംസ്കരിച്ചെന്നാണ് വിശ്വാസം. അതനുസരിച്ചിട്ട് ഈ അഴുതാ നദിയിലെടുത്ത കല്ല് കല്ലിടാംകുന്നിൽ കൊണ്ടുപോയി ഇടുന്നു. തുടർന്ന് കാട്ടുവഴിയിലൂടെ യാത്ര ചെയ്ത് മുക്കുഴിയിലെത്തുന്നു. മുക്കുഴിയിൽ നിന്നുള്ള യാത്ര പിന്നീട് കരിയിലാന്തോട് വഴി
കരിമലയിലേക്കാണ്. ഈ മലയുടെ കീഴിലുള്ള മണ്ണൊക്കെ കറുത്ത നിറത്തിൽ കിടക്കുന്നതുകൊണ്ടാണ് കരിമല എന്ന് പേര് വന്നതെന്നാണ് ഐതിഹ്യം. കരിമലയുടെ കീഴിലെത്തിയ ഭക്തർ പിന്നീട് ശരണം വിളിച്ചുകൊണ്ട് കരിമല കയറ്റം ആരംഭിക്കുന്നു. ഏറ്റവും കഠിനമായ കയറ്റമാണ് കരിമല കയറ്റം എന്ന് പറയുന്നത്. കരിമല കയറ്റം കഠിനമെന്തയ്യപ്പ എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടാകും. കരിമല കയറി കരിമലനാഥനെ വണങ്ങി മലയിറങ്ങി ചെറിയനാവട്ടവും പെരിയനാവട്ടവും കടന്ന് എത്തിച്ചേരുന്നത് പമ്പ നദിയുടെ തീരത്താണ്. ഈ പമ്പ കൂടെ കടന്നു കഴിഞ്ഞാൽ ദുർഘടമായ ഈ തീർത്ഥാടന യാത്രയിലെ എല്ലാ ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളും അവർ കടന്നു കഴിഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ നമ്മളെ വിട്ടു പോകുമ്പോൾ, കഠിനമായ യാതനകളോ രോഗങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ നമ്മളെ വിട്ടു പോകുമ്പോൾ പമ്പ കടന്നു എന്ന പ്രയോഗം ഇവിടെ ഉപയോഗിക്കുന്നത്. ഈ തീർത്ഥാടകർ ഇത്രയും ദൂരം കഠിനമായ കാട്ടുപാതയിലൂടെ കടന്ന് പമ്പ കടന്നെത്തുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു ആശ്വാസമുണ്ട്. ബുദ്ധിമുട്ടുള്ള എല്ലാ ഭാഗവും നമ്മൾ കടന്നു വന്നിരിക്കുന്നു. ഈ ഒരു ആശ്വാസം ലഭിക്കുന്നത് കൊണ്ടാണ് പമ്പ കടന്നു എന്ന പ്രയോഗം ഒരു ആശ്വാസവാക്കായിട്ട് പ്രചരിച്ചതും പിന്നീട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുമ്പോൾ ആ ബുദ്ധിമുട്ടെല്ലാം നമ്മളെ വിട്ടുപോകുമ്പോൾ അത് പമ്പ കടന്നു, രോഗം പമ്പ കടന്നു, ദാരിദ്ര്യം പമ്പ കടന്നു, പട്ടിണി പമ്പ കടന്നു, കഷ്ടപ്പാട് പമ്പ കടന്നു എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഈ പറഞ്ഞ കഥകളെല്ലാം തന്നെ ഒരു ഓൺലൈൻ ഡിസ്കഷനിലൂടെ കിട്ടിയതാണ്. പക്ഷേ ഇതൊക്കെ ഈ പറയുന്ന വാക്കുകളുമായിട്ട് നമ്മൾക്ക് ബന്ധിപ്പിക്കാൻ കഴിയുന്നത് കൊണ്ടാണ് ഞാനിവിടെ അവതരിപ്പിച്ചത്. ഇനി ഈ വാക്കുകളുമായിട്ട് ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും കഥകളുണ്ടെങ്കിൽ നിങ്ങൾക്കത് കമൻറ്റിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഇപ്പോൾ എന്ന് പറഞ്ഞ കഥകൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള കഥകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വീഡിയോയുടെ ലിങ്ക് അയച്ചു കൊടുക്കുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. നേരത്തെ പറഞ്ഞ കാര്യം മറന്നു പോകരുത്. നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. മറ്റൊരു കഥയുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നമസ്കാരം.